നമസ്കാരം. സംസ്ഥാനത്ത് നിയുക്ത UDF സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ഈ സമയത്താണ് നിർണായകമായ പ്രതികരണവുമായി പുതുപ്പള്ളിയിൽ നിന്നുമുള്ള നിയുക്ത MLA ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയത്. VD സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക ലിസ്റ്റ് പുറത്തു വരുന്നത് വരെ ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ സാധിക്കില്ല എന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ മറുപടി. മാത്രമല്ല, ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ അവർക്കായി പ്രവർത്തിക്കുവാനും തനിക്ക് മന്ത്രിസ്ഥാനത്തിന്റെ ആവശ്യമില്ല എന്ന തന്റെ നയം കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പുതിയ മന്ത്രിസഭയിൽ എന്തായാലും ഉണ്ടാകുമെന്നും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാനാണ് താൻ ആലപ്പുഴയിലെത്തിയെന്നുമാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയത്. മന്ത്രിസ്ഥാനം വേണമെന്ന് തനിക്ക് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അക്കാര്യമെന്നും ചാണ്ടി ഉമ്മൻ ഓർപ്പിച്ചു. ജനങ്ങളാണ് തനിക്ക് ഏറ്റവും വലുത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഏതെങ്കിലും പ്രത്യേക പദവികൾ വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് തന്റെ പേര് പരിഗണിച്ചില്ലെങ്കിലും യാതൊരുവിധ പരിഭവവുമില്ല. നിയുക്ത മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമാകുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അതേസമയം UDF മുന്നണിയിലെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള പ്രാദേശിക ആവശ്യങ്ങളും ശക്തമാവുകയാണ്. കാസർഗോഡ് ജില്ലയ്ക്ക് പുതിയ മന്ത്രിസഭയിൽ അർഹമായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തി. ഇത്തവണ കാസർഗോഡ് ജില്ലയ്ക്ക് മന്ത്രിസ്ഥാനം നൽകിയില്ലെങ്കിൽ അത് ജില്ലയിലെ വോട്ടർമാരോട് കാണുന്ന കടുത്ത അവഹേളനമായി ജനങ്ങൾ കരുതുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വർഷങ്ങളായി ഇടതുപക്ഷത്തിന്റെ ശക്തമായ കോട്ടകളായിരുന്നു മണ്ഡലങ്ങൾ തകർത്താണ് ഇത്തവണ കാസർഗോഡ് ജില്ലയിൽ UDF ചരിത്ര വിജയം നേടിയത്. അതുകൊണ്ട് തന്നെ ജില്ലയ്ക്ക് മന്ത്രിസ്ഥാനത്തിനുള്ള എല്ലാ അർഹതയും ഉണ്ട്. കാസർഗോഡ് ജില്ല നേരിടുന്ന കടുത്ത പിന്നോക്കാവസ്ഥയ്ക്ക് അറുതി വരുത്താൻ ഭരണതലത്തിൽ ശക്തമായ ഒരു മന്ത്രിസാന്നിധ്യം അനിവാര്യമാണ്. ജില്ലയെ ഇനിയും അവഗണിക്കരുത് എന്ന് കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതൃത്വങ്ങളോട് താൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണെന്ന് ഇരു പാർട്ടികളുടെയും ഉന്നത നേതൃത്വം അടിയന്തരമായി ചർച്ച ചെയ്ത് കാസർഗോഡിന് അനുകൂല തീരുമാനം എടുക്കണമെന്നും രാജ്മോഹൻ ആവശ്യപ്പെട്ടു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി മുന്നണിയിൽ സീറ്റ് വിഭജനവും മന്ത്രിമാരുടെ എണ്ണവും സംബന്ധിച്ച ചർച്ചകൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്.